ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വീഡിയോ മുഖാന്തരം നിങ്ങളെ വീണ്ടും കാണുവാൻ ദൈവത്തിന്റെ ജീവിതത്തിൽ നൽകിയതായ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ ചിന്താ വിഷയം നല്ല നടപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ചാണ്. 2-3 വാക്കുകളിൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ കർത്താവ് താല്പര്യം. നാം ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല നടപ്പ് അവരായി തീരണമെങ്കിൽ നാം എന്ത് ചെയ്യണം, ബൈബിൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിനെ കുറിച്ച് ചില വാക്കുകൾ വായിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുന്നു. അതിനാധാരമായിട്ട് 1 പത്രോസ് എഴുതിയ ലേഖന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. അവർ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നടപ്പ് കണ്ടറിഞ്ഞു വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും എന്ന് വ്യക്തമായി വേദപുസ്തകം പറയും. ഈ വചനം വായിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം നിൽക്കേണ്ടതുപോലെ നിൽക്കുകയാണ് എങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ പിന്നിലുള്ള വ്യക്തികൾ നമ്മുടെ നടപ്പിലേക്ക് വരുവാനിടയാകും. ആദ്യം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു നല്ല നടപ്പ് ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ നല്ല നടപ്പ് കണ്ട് മറ്റുള്ളവരെയും ക്രിസ്തുവിൽ ആകർഷിക്കുവാനായിട്ട് ഇടയാകും. ഇവിടെ പറയുന്ന ഒരു ഭാര്യമാരെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് ഭാര്യമാര് ഭർത്താക്കന്മാരുടെ വിഷയങ്ങൾക്ക് വേണ്ടി, മക്കളുടെ വിഷയങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷെ എല്ലാവർക്കും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല അനുസരണയോടുകൂടെ മാതൃകയുള്ള നല്ല നടപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ആ നടപ്പിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മടങ്ങി വരുവാനിടയാകും എന്നതെ കുറിച്ച് വ്യക്തമായി വേദപുസ്തകം പറയും. കാരണം ബൈബിളിൽ പറയപ്പെടുന്ന ഓരോ വാക്കുകൾക്കും ശക്തിയുണ്ട് എന്നത് സത്യമായ കാര്യമാണ്. അടുത്ത ഫിലിപ്പിയർ എഴുതിയ ലേഖന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്നോ നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടപ്പിൻ. അവിടെ പറയുന്നത് ഒരു പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ ജയപ്പെടണമെങ്കിൽ, വിജയമാകണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏക മനസ്സുള്ളവരായി തീരുമെങ്കിൽ നിശ്ചയമായിട്ടും ഏതൊരു ചർച്ച ആയാലും ശരി, ഏതൊരു കുടുംബമായാലും ശരി, അവിടെ വിജയം കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മുടെ കുടുംബത്തിനകത്ത് എന്തുകൊണ്ടാണ് വഴിത്തിരിവുകൾ വരുന്നത് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ വെളിപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, വ്യക്തമായി വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇരുമനസ്സ് നമുക്കുള്ളത് കൊണ്ടാണ്. അത് ഒരു ബിസിനസ് മേഖലയിലായാലും ശരി, ഇരുമനസ്സുണ്ടോ വിജയം സാധ്യമല്ല. ചർച്ചിലായാലും ശരി, ആരാധിക്കുന്ന വ്യക്തികളുടെ ഇടയിലായാലും ശരി, ഇരുമനസ്സുണ്ടെങ്കിൽ വിജയം കണ്ടെത്താൻ കഴിയത്തില്ല എന്നത് വ്യക്തമായി നമുക്ക് വചനത്തിൽ മാത്രമല്ല ലോകത്തിൽ നമുക്കത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഏക മനസ്സോടുകൂടെ നാം നിൽക്കാമെങ്കിൽ ഏത് പോരാട്ടത്തെയും ജയിക്കുവാൻ കഴിയും എന്നത് സത്യമായ ഒരു കാര്യമാണ്. അതുപോലെ 1 തിമോഥെയോസ് എഴുതിയ ലേഖന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. ഇവിടെ പറയുന്നത് നാം എന്തിനൊക്കെയാണ് ഏക മനസ്സായിരിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ നല്ല മനസ്സുള്ള വ്യക്തികളായി മാറേണ്ടത്, എന്തിനൊക്കെയാണ് നാം മാതൃകയായി തീരേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായി വേദപുസ്തകം പറയുന്നുണ്ട്. അവിടെ ഏകദേശം 4-5 കാര്യങ്ങൾ പറയുന്നു. 1, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. വിശ്വാസികൾക്കെന്ന് പറയുമ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക്, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾ മാതൃകയായിരിക്കണം എന്ന് വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ട്. നമ്മുടെ നടപ്പില്, നമ്മുടെ വാക്കില്, നമ്മുടെ സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും നമുക്ക് ഒരു മാതൃക മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് എങ്കിൽ
നിശ്ചയമായിട്ടും അവരെ നമ്മുടെ പാതയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും. ഒരിക്കലും ആമേൻ ഒരു കോപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആമ എന്തൊക്കെയൊക്കെ കാണിച്ച് ഭയപ്പെടുത്തി എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും നമുക്ക് ആത്മീയ ഗോളത്തിലേക്ക് മുമ്പിലോട്ട് വരാൻ കഴിയില്ല. ആത്മീയ ഗോളത്തിലേക്ക് മുമ്പിലോട്ട് വരണമെങ്കിൽ, ആത്മീയ ഗോളം വിജയിക്കണമെങ്കിൽ, നിന്റെ പ്രാർത്ഥന വിഷയം അതിലൊരു വിജയം സംഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് തിമോത്തിയോസ് പറയുന്നത് പോലെ അവൻ നമ്മളുടെ വാക്കിലും നടപ്പിലും വിശ്വാസത്തിലും നിർമ്മലതയിലും നമുക്കൊരു മാതൃകയുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏത് വിഷയത്തിന്റെ നടുവിലും നമുക്കൊരു വിജയമുണ്ടാകാൻ ഇടയാകുമെന്നത് സത്യമായ ഒരു കാര്യമാണ്. അതുപോലെ 1 പത്രോസ് എഴുതിയ ലേഖന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും, നിങ്ങളെ വിളിച്ച വിശ്വസ്തതയ്ക്ക് ഒത്തവണ്ണം അനുസരണമുള്ള ആ മക്കളായി എല്ലാ നടപ്പിലും വിശ്വസ്തരാകണം. അവിടെ പറയുന്ന ഒരു ഭാഗം 1 പത്രോസ് 1-ാം അധ്യായം 15-ാം വാക്യം പറയുമ്പോൾ അവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, നിങ്ങളെ വിളിച്ച വിശ്വസ്തനെ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധന്മാരാകണം. എല്ലാ നടപ്പിലും വിശുദ്ധന്മാരാകണം. നമ്മുടെ ജീവിതത്തെ പലപ്പോഴും വിശുദ്ധീകരിക്കുവാൻ പറ്റാത്തതായ പല മേഖലകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പല കാര്യങ്ങളും വിജയിക്കുവാനായിട്ട് ഇടയാകാത്തത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം വിളിച്ചപ്പോൾ ആ ദൈവത്തിന്റെ വിശ്വസ്തത നമ്മിലേക്കുണ്ടെങ്കിൽ, നാം വിശ്വസ്തരാകാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടും. ഇവിടെ പറയപ്പെടുന്നത് നമ്മുടെ നടപ്പ്, നമ്മുടെ നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിന് പ്രസാദമുണ്ട് എങ്കിൽ പുറത്ത് നിൽക്കുന്ന വ്യക്തികൾ നമ്മുടെ നടപ്പ് കണ്ട് ക്രിസ്തുവിൽ വരുന്നതിന് കാരണമായി തീരും. ഒന്നുകൂടി 1-ാം ഭാഗം ഞാൻ പറയുകയാണ്. 1 പത്രോസ് 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചപ്പോൾ അവിടെ കാണുവാൻ സാധിച്ചതുപോലെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് അവിടെ പറയുന്ന ഒരു ഭാഗമാണ്, ഭാര്യമാരെ നിങ്ങളുടെ നടപ്പിൽ ഭർത്താക്കന്മാർ വന്നില്ലെങ്കിലും നിങ്ങൾ നല്ല നടപ്പ് നടക്കുകയാണെങ്കിൽ ഭർത്താക്കന്മാർ നിങ്ങളുടെ വഴിക്ക് വരും എന്ന് അവിടെ പറയപ്പെടുന്നു. അത് വളരെ സത്യമായ കാര്യമാണ്. നാം അങ്ങനെ ചെയ്യാമെങ്കിൽ, നമ്മുടെ നടപ്പ് നിർമ്മലമാക്കുകയാണെങ്കിൽ, നമ്മുടെ നടപ്പ് മറ്റുള്ളവർക്ക് മാതൃകയാക്കുമെങ്കിൽ നിശ്ചയമായിട്ടും എത്ര ദൂരം അകന്നു പോകുന്ന വ്യക്തികളായാലും ക്രിസ്തുവിൽ ഉറയ്ക്കപ്പെടുവാനിടയാകും എന്നത് സത്യമായ കാര്യം. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കുമെങ്കിൽ, നിങ്ങൾ മാതൃകയുള്ളവരായിരിക്കുമെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ മഹത്വവും നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയാകും എന്നത് സത്യമായ കാര്യം. പ്രൈസലോ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. മാതൃകയുള്ളവരായി നല്ല നടപ്പ് നടക്കാൻ, വിശ്വസ്തരായിരിക്കാൻ, വിശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒരിക്കലും പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിന്നെ ജയിക്കത്തില്ല എന്നത് സത്യമായ കാര്യം. അതുകൊണ്ട് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വളരെ അനുഗ്രഹമായി തുടർന്ന് മാതൃകയുള്ള നല്ല നടപ്പ് നിങ്ങളിൽ വെളിപ്പെടുന്നതിനും കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.